ജി സുധാകരൻ മുതിർന്ന CPI നേതാവാണ്. കേരളത്തിൽ അംഗീകരിക്കുന്ന ആളാണ്. ദേശീയ തലത്തിലും CPM ഇടതുപക്ഷ പ്രസ്ഥാനം അംഗീകരിക്കുന്ന വ്യക്തിയാണ്. ആലപ്പുഴയിലെ CPM എന്ന പ്രസ്ഥാനത്തിൻ്റെ നെടും തൂണുമാണ്. മുൻ മന്ത്രിയായിരുന്നു. അദ്ദേഹം BJP പക്ഷത്തേക്ക് ചായുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാലും, അല്ലെങ്കിൽ അദ്ദേഹം നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ചു എന്ന് താൻ നരേന്ദ്രമോദി ഭക്തനാണെന്ന് പ്രസ്താവിച്ചാലും ആരും വിശ്വസിക്കില്ല. ജി സുധാകരൻ ചെയ്യാത്തൊരു പ്രവൃത്തി, ജി സുധാകരൻ പറയാത്തൊരു വാക്ക്, അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം പിണറായി വിജയനേക്കാൾ തനിക്ക് വിശ്വാസം നരേന്ദ്രമോദിയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചെങ്കിൽ അതിൽ ഒട്ടും അടിസ്ഥാനമില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. കാരണം 2 ദിവസം മുമ്പ് ഈ ഒരു വിവാദം ഉയർന്നു വന്നതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ജി സുധാകരൻ പറഞ്ഞത്രേ പിണറായി വിജയനേക്കാൾ തനിക്ക് വിശ്വാസം മോദിയോടാണ്, താൻ മോദി ഭക്തനാണെന്ന്. പക്ഷേ അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് പല ഫാക്ട് ചെക്കുകളും വ്യക്തമാക്കിയിട്ടും വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ആ വാർത്ത ചില IT സൈബർ കേന്ദ്രങ്ങൾ കുത്തിപ്പൊക്കുന്നുണ്ട്. അതിൽ അവർ തന്നെ എതിർ കമൻറ്റുകൾ ഇടുന്നുണ്ട്. ജി സുധാകരൻ BJPയിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നു എന്നൊരു വ്യക്തമായ സന്ദേശം അതിൽ നൽകുന്നുണ്ട്. പക്ഷേ വസ്തുത ഇതാണ്, ജി സുധാകരൻ അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെയാണ്. അത് ഞാനോ മറ്റാരുമോ പറയേണ്ട ഒരു കാര്യവുമില്ല. അത് പ്രസ്ഥാനത്തിനറിയാം, CPMനറിയാം ജി സുധാകരൻ എത്തരത്തിലുള്ള ആളാണെന്ന്. കോൺഗ്രസ്സുകാർ പോലും പറയാത്തൊരു പ്രചരണമാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ പടച്ചുവിടുന്നത്. ജി സുധാകരൻ ഇതാ BJPയിലേക്ക് വരുന്നുവെന്ന്. എന്താണ് സംഭവിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ തനിക്ക് വിശ്വാസമെന്ന് മുൻ മന്ത്രി കൂടിയായ ജി സുധാകരൻ പറഞ്ഞെന്ന അവകാശവാദവുമായി ഒരു പോസ്റ്റ്, അതാണ് കുറച്ചു കാലമായി കറങ്ങി നടക്കുന്നത്. എന്താണ് ആ പോസ്റ്റ്? എനിക്ക് പിണറായി വിജയനേക്കാൾ വിശ്വാസം നരേന്ദ്രമോദിയോട് എന്ന കുറിപ്പിനൊപ്പമാണ് ആ പോസ്റ്റ് പ്രചരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ ഇതാണ്. ജി സുധാകരനെതിരായ ആ പോസ്റ്റ്, ആ പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഫാക്ട് ചെക്കിലൂടെയാണ് കണ്ടെത്തിയത്. ജി സുധാകരൻ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടേ ഇല്ല. ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം 24 ന്യൂസ് എന്ന മലയാളം ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ചില വിലയിരുത്തലുകൾ നടത്തിയിരുന്നു. എന്നാൽ അവിടെ എവിടെയോ മോദിയും പിണറായിയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് സുധാകരൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതിനെ വളച്ചൊടിച്ച് BJP കോൺഗ്രസ് നുണ ഫാക്ടറികൾ തയ്യാറാക്കിയ വാർത്താ വിത്താണ് ജി സുധാകരൻ മോദിയെ അനുകൂലിച്ച് പറയുന്നു, BJPയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു എന്ന് പറയുന്നത്. ജി സുധാകരനുമായി ബന്ധപ്പെട്ട് അടുത്തിടെ വന്ന മാധ്യമ വാർത്തകൾ ഇന്ത്യ ടുഡേയാണ് ഫാക്ട് ചെക്ക് നടത്തി അതിൻ്റെ വസ്തുത പുറത്തു കൊണ്ടുവന്നത്. ജൂൺ 11 24 ന്യൂസിന് സുധാകരൻ ഒരു അഭിമുഖം നൽകിയിരുന്നു. 49 മിനിറ്റ് ദൈർഘ്യമുണ്ട് അഭിമുഖത്തിൽ. അതിൽ ഒരിടത്തും എവിടെയും അദ്ദേഹം പിണറായി വിജയനെതിരെ മോദിക്ക് അനുകൂലമായി ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടില്ല, കേട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിശകലനമാണ് മുതിർന്ന CPI നേതാവെന്ന നിലയിൽ ജി സുധാകരൻ 24 ന്യൂസുമായി പങ്കുവച്ചത്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത തകർച്ച നേടേണ്ടി വന്ന സാഹചര്യത്തിൽ ജി സുധാകരൻ എന്താ പറഞ്ഞ, NDAക്ക് 400 സീറ്റ് കിട്ടിയതുമില്ല, മോദിക്ക് BJPക്ക് ഒറ്റയടിക്ക് ഭൂരിപക്ഷം ലഭിച്ചതുമില്ല, അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും വേണ്ടത്ര രീതിയിൽ ഉയരാൻ കഴിഞ്ഞില്ല. എങ്കിൽ ഇന്ത്യ മുന്നണിക്ക് പുരോഗതി ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിനെ ആശ്വസിക്കാം. എന്നാലും ഇപ്പോൾ 5-1 സീറ്റിന് താഴെയാണ് അവർക്ക് നേടാനായത്. മോദിയുടെ പ്രഖ്യാപനം 400 സീറ്റിൽ നേടുമെന്നായിരുന്നു, അതും നടന്നില്ല. മോദിക്ക് പക്ഷേ നേട്ടമുണ്ടായതിനെക്കുറിച്ചും സുധാകരൻ എടുത്തു പറഞ്ഞിരുന്നു. രാഷ്ട്രീയം പറയേണ്ടടുത്ത് പറയണം. ശക്തമായ ഒരു വലതുപക്ഷ നേതാവാണ് നരേന്ദ്രമോദി എന്ന് സുധാകരൻ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് നല്ലൊരു ടീം ഉണ്ടായിരുന്നു. പുഴുത്തുനാറിയ അഴിമതിയുള്ള മന്ത്രിമാർ ഇല്ലായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ അത് കേരളവുമായി ബന്ധപ്പെടുത്തിയാകുമെന്ന് ചിലരൊക്കെ കരുതി. വ്യക്തിപരമായി അഴിമതിയില്ല നരേന്ദ്രമോദി സർക്കാരിന് എന്ന് മാത്രം. പക്ഷേ അഴിമതി പാർട്ടിക്കുണ്ട്, എല്ലായിടത്തുമുണ്ട്. എന്നാൽ മോദിക്കെതിരെ അഴിമതി ആരോപണം ഈ ഇടയ്ക്ക് ഓഹരി കുംഭകോണം പോലെ അഴിമതി ആരോപണം വന്നപ്പോൾ അതിനെ ഏറ്റുപിടിക്കാൻ ഒറ്റയ്ക്ക് രാഹുൽ ഗാന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാഹുൽ ഗാന്ധിക്കും അത് വിജയിക്കാനായില്ല, കോൺഗ്രസും അത് ഏറ്റുപിടിക്കാനായില്ല എന്ന് ജി സുധാകരൻ പറയുന്നു. BJPയുടെ കേരളത്തിലെ അവസ്ഥയെപ്പറ്റിയും അവർക്ക് കേരളത്തിൽ എത്രത്തോളം അടിത്തറയുണ്ടെന്നും സുധാകരൻ എടുത്തു പറയുന്നുണ്ട് ആ അഭിമുഖത്തിൽ. പിണറായി വിജയനെക്കുറിച്ച് ചില പരാമർശങ്ങൾ ജി സുധാകരൻ നടത്തിയിരുന്നു. കേരളത്തിലെ പരാജയം സംബന്ധിച്ചുള്ള ചോദ്യത്തിനാണ് പാർട്ടി അത് പരിശോധന നടത്തേണ്ടതെന്ന് മറ്റേത് CPI നേതാവിനെ പോലെ തന്നെ പറയുന്നത്. അതായത് പാർട്ടിക്ക് പറ്റിയ വീഴ്ചകളിൽ പാർട്ടി പരിശോധന നടത്തേണ്ടതുണ്ട്. ഒരു വസ്തുതാപരമായ കാര്യമാണ്. പാർട്ടിക്ക് അടിസ്ഥാനപരമായി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം വോട്ട് ചെയ്തില്ല. ഇവിടെ പ്രത്യേകിച്ച് ആലപ്പുഴയിലെ കാര്യമാണ് ജി സുധാകരൻ പറഞ്ഞത്. ആലപ്പുഴയിൽ പ്രതീക്ഷിക്കാത്ത തോൽവിയാണ് ഉണ്ടായത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് ജി സുധാകരൻ എടുത്തു പറയുന്നുണ്ട്. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് സ്വാഭാവികം. വിമർശനങ്ങൾ ഉണ്ടാകും. ഒരു സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത് ഏകാധിപത്യ സർക്കാരാണ്. എന്നാൽ അത് പിണറായി വിജയൻ്റെ മാത്രം തലയ്ക്ക് കൊണ്ട് വയ്ക്കരുത്. ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മൊത്തമായി അടക്കി നിർത്താൻ സാധിക്കില്ല എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. വീഴ്ചയുണ്ടെങ്കിൽ പറയാം, പക്ഷേ ഈ പറയുന്നത് പേടിച്ചിട്ട് പറയുന്നില്ലെന്നാണ്. ആരെ പേടിക്കണം, എന്തിന് പേടിക്കണമെന്നാണ് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന നിലയിൽ ജി സുധാകരൻ ചോദിക്കുന്നത്. ഇതിനെ വളച്ചൊടിക്കുകയായിരുന്നു സൈബർ കേന്ദ്രങ്ങൾ. അഭിമുഖത്തിൽ ഒരിടത്തും എവിടെയും നരേന്ദ്രമോദിയാണ് പിണറായി വിജയേക്കാൾ വലുതെന്നും ജി സുധാകരൻ ഒരിടത്തും പറയുന്നില്ല.
ഈ ഒരു സാഹചര്യത്തിലാണ് ഇടത് പ്രസ്ഥാനത്തിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ ചില IT കേന്ദ്രങ്ങൾ, ചില സൈബർ കേന്ദ്രങ്ങൾ വഴി നുണപ്രചരണങ്ങളും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുമൊക്കെ പറയാത്തതൊക്കെ പറഞ്ഞ് അത് ഇടതുപക്ഷത്തിൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം ജി സുധാകരൻ്റെ അതേ വാർത്ത അത് നുണപ്രചരണമാണെന്ന് ഫാക്ട് ചെക്കിലൂടെ കണ്ടെത്തിയിട്ട് പോലും വീണ്ടും ആ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നുണ്ട്. അത് വായിക്കുന്നവരും മനസ്സിലാക്കുന്നില്ല, അതൊരു നുണപ്രചരണം മാത്രമാണ്. വെറുതെ വായിച്ച് നിങ്ങളുടെ സമയം കളയരുത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.